2026 ഏപ്രിൽ 8-ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന IPL 2026 മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ ഒരു റണ്ണിന് തോൽപ്പിച്ച് ആവേശം നിറഞ്ഞ വിജയം സ്വന്തമാക്കി. തുടർച്ചയായി 2 തോൽവികൾ ഏറ്റുവാങ്ങിയ ശേഷം ടൈറ്റൻസിന് ഈ സീസണിലെ ആദ്യ പോയിന്റുകൾ നേടിക്കൊടുത്തത് ഈ ഹൃദയമിടിപ്പ് കൂട്ടിയ ജയമാണ്. രാഹുൽ 92 റൺസെടുത്ത് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടും ഡൽഹി ക്യാപിറ്റൽസിന് കടമ്പ കടക്കാനായില്ല. ടൂർണമെന്റിൽ 2 തുടർച്ചയായ ജയങ്ങളോടെ മികച്ച തുടക്കമിട്ട അവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. റൺ മഴ പെയ്ത ഈ മത്സരം നടന്നത് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിലായിരുന്നു. അതുകൊണ്ട് അവസാന ബോൾ വരെ കാണികളെല്ലാം മുൾമുനയിലായിരുന്നു. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് IPL 2026-ലെ ആദ്യ 2 കളികളിലും പഞ്ചാബ് കിങ്സിനോടും രാജസ്ഥാൻ റോയൽസിനോടും തോറ്റതിന്റെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു ഈ മത്സരത്തിനിറങ്ങിയത്. ഒരു ജയം പോലും ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്തായിരുന്നു അവർ. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഈ മത്സരത്തിൽ ടൈറ്റൻസിനായി റാഷിദ് ഖാൻ നിർണായക പങ്കാണ് വഹിച്ചത്. ക്യാപിറ്റൽസിനെതിരെ 3 വിക്കറ്റ് വീഴ്ത്തി വെറും 17 റൺസ് മാത്രം വഴങ്ങിയാണ് റാഷിദ് തിളങ്ങിയത്. ടൈറ്റൻസിന്റെ സ്ഥിരം മികച്ച പ്രകടനം കാഴ്ചവെക്കാറുള്ള സായ് സുദർശനും ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മികച്ച റെക്കോർഡാണുള്ളത്. 5 ഇന്നിംഗ്സുകളിൽ നിന്നായി 283 റൺസാണ് സായ് ക്യാപിറ്റൽസിനെതിരെ നേടിയിട്ടുള്ളത്. ഇതിൽ 2025 സീസണിൽ പുറത്താവാതെ നേടിയ 108 റൺസും ഉൾപ്പെടും. അക്സർ പട്ടേലിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ഡൽഹി ക്യാപിറ്റൽസ് ഈ കളിക്ക് മുമ്പ് ഒരു കിടിലൻ ഫോമിലായിരുന്നു. ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും മുംബൈ ഇന്ത്യൻസിനെയും 6 വിക്കറ്റിന് തോൽപ്പിച്ച് തകർപ്പൻ വിജയങ്ങൾ നേടി മുന്നേറുകയായിരുന്നു അവർ. ഈ വിജയങ്ങളിൽ പ്രകടനം നടത്തിയത് യുവതാരം സമീർ റിസ്വിയായിരുന്നു. ലക്നൌവിനെതിരെ 47 പന്തിൽ നിന്ന് 70 റൺസും മുംബൈക്കെതിരെ 51 പന്തിൽ നിന്ന് 90 റൺസും അടിച്ചുകൂട്ടി തുടർച്ചയായി 2 മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഈ കളിയിൽ ക്യാപിറ്റൽസിന്റെ ചേസിംഗിന് നേതൃത്വം കൊടുത്തത് രാഹുലായിരുന്നു. വെറും 52 പന്തിൽ നിന്ന് രാഹുൽ നേടിയത് ഒരു കിടിലൻ 92 റൺസ്. IPL 2020 ഡൽഹി ക്യാപിറ്റൽസിലെത്തിയ ഡേവിഡ് മില്ലർ ടീമിന്റെ ഒരു നിർണായക ബാറ്റ്സ്മാനായിരുന്നു. പക്ഷേ തന്റെ മുൻ ടീമിനെതിരെ കളിച്ചപ്പോൾ അവസാന നിമിഷം ഒരു വലിയ അബദ്ധം മില്ലർക്ക് പറ്റി. അത് ഡൽഹിക്ക് ആ കളി നഷ്ടപ്പെടാൻ കാരണമായി. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എപ്പോഴും ഒരു ഹൈ സ്കോറിംഗ് പിച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത്തവണയും അത് വ്യത്യസ്തമായിരുന്നില്ല. ചെറിയ ബൗണ്ടറികളുള്ളതുകൊണ്ട് ബാറ്റ്സ്മാൻമാർക്ക് റൺസ് നേടാൻ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. 180-നും 200-നും മുകളിലുള്ള സ്കോറുകൾ പോലും അവിടെ അത്ര സുരക്ഷിതമാകില്ലെന്ന് വിദഗ്ധർക്ക് ഉറപ്പായിരുന്നു. പണ്ട് ഈ പിച്ച് കുറച്ചുകൂടി സ്ലോ ആയിരുന്നു, സ്പിന്നർമാരെ നന്നായി സഹായിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ബാറ്റിംഗിന് കൂടുതൽ അനുകൂലമായി മാറിയിട്ടുണ്ട്. 2-ാം ഇന്നിംഗ്സിൽ മഞ്ഞുവീഴ്ച ഒരു പ്രധാന വില്ലനായി വരുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. ഇത് ബോളർമാർക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് ടോസ് കിട്ടുന്ന ടീമുകൾ ആദ്യം ബോൾ ചെയ്യാൻ ഇഷ്ടപ്പെടുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. ഈ 2 ടീമുകളും തമ്മിൽ ഇതുവരെ 8 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ ഗുജറാത്ത് ടൈറ്റൻസ് 5 കളി ജയിച്ചപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന് 3 ജയം മാത്രമാണ് നേടാനായത്. ഈയൊരു നിർണായക വിജയം ഗുജറാത്ത് ടൈറ്റൻസിന് വലിയൊരു ഉണർവ് നൽകുകയാണ്. IPL 2026 പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന ഈ വിജയം സീസണിൽ ഒരു തിരിച്ചുവരവിന്റെ സാധ്യത കൂടിയാണ് തുറന്നുവിടുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മികച്ച തുടക്കമുണ്ടായിട്ടും ഈയൊരു റൺസ് തോൽവി T20 ക്രിക്കറ്റിൽ ഓരോ റൺസിനും എത്ര പ്രാധാന്യമുണ്ടെന്നും സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ എത്രത്തോളം കൃത്യതയോടെ കളിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറി. ഡിസിയുടെ കുൽദീപ് യാദവിനെപ്പോലെയുള്ള പ്രധാന താരങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 7 ഇന്നിംഗ്സുകളിൽ നിന്ന് 6.56 ഇക്കണോമി റേറ്റിൽ 5 വിക്കറ്റുകൾ നേടിയിട്ടുള്ള അദ്ദേഹം ടീമിന്റെ ബോളിംഗ് കരുത്തിൽ ഇപ്പോഴും ഒരു നിർണായക ശക്തിയായി തുടരുന്നു. ഇനി 2 ടീമുകൾക്കും തങ്ങളുടെ പ്രകടനം വിലയിരുത്തേണ്ടതുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ ഈ മികച്ച പ്രകടനം തുടർന്നു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് IPL 2026 സീസൺ മുന്നോട്ടു പോകുമ്പോൾ ഈ ആദ്യ നിർണായക വിജയത്തെ ഒരു കരുത്താക്കി മാറ്റാനായിരിക്കും ശ്രമിക്കുക.